ഇത്തവണ വലിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് ഇടുക്കി. 6ാം തവണയും ഇടുക്കിയിൽ ജയം ലക്ഷ്യമിട്ടാണ് കേരള കോൺഗ്രസ് എം നേതാവും ജലവിഭവ വകുപ്പ് മന്ത്രിയുമായ റോഷി അഗസ്റ്റിൻ മത്സരത്തിനിറങ്ങുന്നത്. മലയോര ജനതയുടെ ഹൃദയവികാരമാണ് രണ്ടിലെ ചിഹ്നമെന്നും ലഭിച്ചതിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലായിരിക്കും ഇത്തവണത്തെ വിജയമെന്നും റോഷി അഗസ്റ്റിൻ 24നോട് പറഞ്ഞു. രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. 25 വർഷം തുടർച്ചയായിട്ട് MLA, വീണ്ടും ജനവിധി തേടുന്നു. ജനങ്ങളോട് എന്ത് കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കും വോട്ട് തേടുന്നത്? എന്നെ മനസ്സിലാക്കിയ ജനങ്ങൾ അവരുടെ ഹൃദയവികാരത്തോട് ചേർന്ന് നിൽക്കുന്ന എനിക്ക് ഞാൻ അവരോട് എന്താ പറയേണ്ടത്? അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പരമാവധി കാര്യങ്ങളെ സഹായിക്കാൻ ചെയ്തു കൊടുക്കാൻ ഗവൺമെന്റിന്റെ എല്ലാ മിഷനറിയും പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ട്. അത് നാടിന്റെ പൊതുവികസന രംഗത്തുണ്ടാകുന്ന കോമൺ മാറ്റങ്ങൾ മാത്രമല്ല, സാധാരണക്കാരൻ്റെ ഒരു ഫോൺ കോൾ ഉണ്ടെങ്കിൽ ആ ഫോൺ കോൾ കേട്ടിട്ട് കൃത്യമായ മറുപടി എത്തിച്ചു കൊടുത്തവരെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 2 മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓൺ ദ വേയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കയറും. ആ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന നമ്മുടെ ഇവിടുത്തെ പേഷ്യൻസിനെ ആ ബെഡിൽ കൂടെ പോയി കാണും. അത് മന്ത്രി ആയിരുന്നപ്പോഴും കാണും, MLA ആയിരുന്നപ്പോഴും കാണും. അത് അവരുടെ ബുദ്ധിമുട്ടും വിഷയങ്ങളും കേൾക്കാനാണ്. അതൊരു ആക്ഷേപമായിട്ടാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കാരണം റോഷി അഗസ്റ്റിനെ പറ്റി അവർ പറയുന്ന സമയത്ത് എല്ലാ മരണ വീട്ടിലും പോവും, കല്യാണ വീടുകളിലും പോവും, എല്ലാ സ്ഥലങ്ങളിലും നിരന്തരം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒരു MLA അങ്ങനെ പോകേണ്ടതാണോ എന്നൊക്കെ അവർ ഇടയ്ക്ക് ഒരു ആക്ഷേപമായിട്ട് ഉന്നയിച്ചിരുന്നു. ഒരു ആക്ഷേപം അതിനകത്ത് ഞാൻ ഇനിയും പോകും, നാളെയും പോകും. ഇന്നിത് കഴിഞ്ഞാൽ ഉടനെ മരണ വീട്ടിലേക്കാണ് പോകണേ. ഈ ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഉടനെ ആ ഇടുക്കിയിൽ മരണ വീട്ട് അങ്ങോട്ട് ഞാൻ പോണത്. അതെങ്ങനെ മാറ്റി നിർത്താൻ പറ്റിയായിരുന്നു? ആ വീട്ടിലെ അംഗങ്ങൾ എൻ്റെ കുടുംബത്തിലെ അംഗം വന്ന് എൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ അവർക്ക് എൻ്റെ അടുത്ത് വരുന്നല്ലേ. അവരുടെ ദുഃഖത്തിലോ സന്തോഷത്തിലോ ഞാൻ പോയി പങ്കുചേരും. സമയം കിട്ടിയാൽ എപ്പോഴാണോ എൻ്റെ മണ്ഡലത്തിലെ പ്രശ്നമാണോ അവിടെ ഞാൻ പോകും, നാളെയും പോകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ഇടത് തരംഗം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലും 5600 സംതിങ് വോട്ടുകളാണ് താങ്കൾക്ക് ഭൂരിപക്ഷം ലഭിച്ചത്. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് ഈ ഒരു ഭൂരിപക്ഷത്തെ വിലയിരുത്തുന്നത്? ഞാൻ ഇപ്രാവശ്യം കാണുന്നത് എനിക്ക് നാളിതുവരെ കിട്ടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും. സമീപകാലങ്ങളിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോട് ഞാൻ ജയിക്കും. എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും. ഭൂപ്രശ്നങ്ങൾ കൃത്യമായിട്ട് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും. അതൊക്കെ ഇനി ആക്ഷേപം പറയുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം മറുപടി പറയാൻ പറ്റൂ. അതിനൊന്നും തെരഞ്ഞെടുപ്പ് ആയുധമായി ഉപയോഗിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കൈപ്പത്തി ചിഹ്നത്തിലാണ് എതിർ സ്ഥാനാർത്ഥി ഇത്തവണ വരുന്നത്. അതൊരു വലിയ ഒരു വികാരമായിട്ട് അവരുടെ പ്രവർത്തകർ മാറ്റിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു തിരിച്ചടിയാവും. മലയോരത്തിന്റെ വികാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആയുധം എന്നറിയാവോ? 2 ഇലയാണ്. മലയോരം എന്നും കാത്തു സൂക്ഷിച്ച ചിഹ്നമായത്. ഈ 2 ഇല അത്ര മോശമൊന്നുമല്ല. ആ 2 ഇലയുടെ ഹൃദയവികാരത്തെ തുടുപ്പോടെ നോക്കിക്കാണുന്ന കർഷകന്റെ മക്കളാണ്. അവരുടെ സ്വപ്നത്തിൽ പൂവണിഞ്ഞ കഷ്ടപ്പാടിന്റെ വേർപ്പിന്റെ ഫലം അനുഭവിച്ച ഇന്നലകളിൽ പോയ പിൻതലമുറക്കാരുടെ മക്കളാണ് ജീവിച്ചിരിക്കുന്നത്. അതാണ് 2 ഇല. ആ 2 ഇലയിലാണ് മത്സരം. റോഷി തുടരും. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലും തന്നെയാണ് റോഷി അഗസ്റ്റിനുള്ളത്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.